Okay, good morning. Good morning, ma'am. Okay, good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് ക്വാളിറ്റി അഷുറൻസിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. അപ്പൊ തുടർന്നുള്ള നോക്കാം കേട്ടോ. നമുക്ക് നിങ്ങൾ വായിക്കണം കേട്ടോ. വായിച്ചിരുന്നോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? മാറ്റി സ്പെയർ ആണ് സാധ്യത, അത് സ്പെയർ കണ്ണടയാണ്. മറ്റേത് എവിടെയോ പൊട്ടിപ്പോയത്, അതൊന്ന് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഉപയോഗിക്കുന്നതാണിത്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓൾമ്യൂട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ഡെയിലി വായിക്കണം കേട്ടോ ഈ ചാപ്റ്റർ. അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ ഒരു 32 ഉണ്ട്. ആ ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള ഭാഗങ്ങളിലും വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. നമ്മൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ അതേ പോയിന്റുകൾ തന്നെയാണ് അവിടെ വരുന്നത്. 1-2 പോയിന്റുകൾ മാത്രം എക്സ്ട്രാ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ നമ്മളോട് ചോദിക്കാം കേട്ടോ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നും അറിയപ്പെടുന്നു. ഇനി നോക്കൂ, നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. ഇനി നമ്മൾ എന്താണ് ക്വാളിറ്റി, എന്താണ് ഇൻഡിക്കേറ്റർ എന്നാണ് അവിടെ ഇനി പറയുന്നത് കേട്ടോ. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്വാളിറ്റി റിഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് to pre-established criteria or standards. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെ, ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ അത് ആ ഒരു ഓർഗനൈസേഷൻ, ഈ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒരു ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ ഏതാണ്? ഹോസ്പിറ്റലാണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റൽ പാലിക്കുന്നതിന്റെ വ്യാപ്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം അവര് ഈ പറയുന്ന മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവരവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ അത് ചെയ്യുന്നത് എന്നതിന്റെ ആ ഒരു എന്താ പറയാ അളവ്, ആ ഒരു വ്യാപ്തി. ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ വ്യാപ്തി എന്നുള്ള കാര്യത്തിനാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതാണ് എന്ത് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കാം. ക്വാളിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ്. അഡ്ഹിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പാലിക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ അഡ്ഹിയറൻസ്. ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് എന്താ? എന്തിനോട്? ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. മനസ്സിലായല്ലോ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിന് എത്രത്തോളം ആ ഒരു ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എന്നതിന്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ ആ ഒരു വ്യാപ്തിനെയാണ് നമ്മൾ അവിടെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇൻഡിക്കേറ്റർ. ഓക്കെ, സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതാണ് അല്ലെ. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ്? എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു പെർഫോമൻസ്, ഒരു പ്രകടനത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രക്രിയയുടെ എന്താണ് ആ ഒരു പ്രകടനം അല്ല, അതിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ, അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അളവിനെയാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്? ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു സ്ഥാപനം എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്
എന്നത് അളക്കുന്ന ആ ഒരു അളവുകോല്, അതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അളവുകോല്, ഒരു മെട്രിക് സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. അതിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ ആ ഒരു ഹോസ്പിറ്റല് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൂചകങ്ങളാണ്. അതായത് ഓരോ സ്ഥാപനം എത്രത്തോളം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒരു മെഷർമെന്റ് അല്ലെ, ആ ഒരു അളവുകോല്, ഒരു മെട്രിക് സിസ്റ്റം എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് ഇൻഡിക്കേറ്റർ അഥവാ സൂചകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ഇനി അടുത്തത് നോക്കുക കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD. ഇത് നമ്മൾ എടുത്തിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ക്ലാസ്സിലാണ് ഇതെടുത്തത്. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD in different hospital departments. Okay, quality indicators for KPD in different hospital departments. എന്താണ് KPD എന്ന് പറഞ്ഞാൽ എന്താണ്? KPI നമ്മൾ കണ്ടു അല്ലെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. KPD എന്ന് പറഞ്ഞാൽ എന്താണ്? കീ പെർഫോമൻസ് ഡ്രൈവർ എന്നാണ് കേട്ടോ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഡ്രൈവ്സ് ആണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടീവ്സ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫർട്ട്, യജ്ഞം, ഓക്കെ, പ്രയത്നം, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കീ പെർഫോമൻസ് ഡ്രൈവർ കേട്ടോ. കീ പെർഫോമൻസ് ഡ്രൈവറിനോ അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഡ്രൈവ്സ് എന്നും പറഞ്ഞാൽ കുഴപ്പമില്ല. എന്ന് പറഞ്ഞ അവിടെ എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥാപനത്തിന് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഓരോ ഫീൽഡിലും ഓരോ ഡിപ്പാർട്ട്മെന്റും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ആ ഒരു എഫർട്ട് അല്ലെ, അവരെടുക്കുന്ന ആ ഒരു പ്രയത്നം അല്ലെ. ഇപ്പൊ നമ്മള് ഏറ്റവും നല്ല മികച്ച പ്രകടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു എഫർട്ട് എടുക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടീവാണ് അല്ലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു മോട്ടീവ്സ് ആണ്, ഇന്റേണൽ മോട്ടിവേഷൻ ആണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് നയിക്കുന്നത്. എന്നതുപോലെ ആ ഒരു സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ആ ഒരു യജ്ഞം, പ്രയത്നം, ആ ഒരു എഫർട്ട്, അതാണ് KPD എന്ന് പറയുന്നത്. ഇത് ഏതുപോലെ തന്നെയാണ്? ശരിക്കും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? മൾട്ടി ടാലന്റഡ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട്, അപ്പൊ നമ്മൾ നേരത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു 32 നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതെന്ന് പറഞ്ഞാൽ ആ 32 ഹോസ്പിറ്റലുമായിട്ട് മൊത്തത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ സൂചകങ്ങളായിരുന്നു. ഇനി നമ്മൾ അതിനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് മനസ്സിലാക്കാൻ പോവാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ് എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് നേരത്തെ നമ്മൾ 32 ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ടോട്ടൽ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഏതൊക്കെയാന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് പഠിക്കാൻ പോവാണ് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി അതാണ് ഇനി ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇതിനൊന്നും അഡീഷണൽ ആയിട്ട് പറയാനില്ല. നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെ ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് വിമയം വായിച്ചു പോവാം കേട്ടോ. അപ്പൊ നോക്കൂ, ഫസ്റ്റത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇനി നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീ പെർഫോമൻസ് സൂചകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട റോള്, ഒരു എന്താ പറയുക, സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു റോള് വഹിക്കുന്ന വ്യക്തി ആരാണ്? അത് അവിടുത്തെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും അല്ലെ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്ട്രേർഡ് നഴ്സാണ് കേട്ടോ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്ട്രേർഡ് നഴ്സാണ്. സാധാരണ നഴ്സ് അല്ല, രജിസ്ട്രേർഡ് നഴ്സാണ് കേട്ടോ. ഓക്കെ, രജിസ്ട്രേർഡ് നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് നഴ്സിംഗ് ബോർഡൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള, അത്യാവശ്യം എന്താ പറയാ, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാരാണ് കേട്ടോ രജിസ്ട്രേർഡ് നഴ്സ്. അപ്പൊ അവരായിരിക്കും അതിന്റെ ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ പങ്ക് വഹിക്കുന്ന വ്യക്തി അവരായിരിക്കും. അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ ആ ഒരു നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അപ്പൊ നമുക്ക് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സൂചനകൾ ഏതൊക്കെയാന്ന് നോക്കാം. അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് പോവാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്,
ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻ പേഷ്യൻസ് ഓർ ഇൻഡോർ പേഷ്യൻസ്. അവിടെ പഠിച്ച അതേ പോയിന്റ് ആണ് കേട്ടോ. അതായത് ഇൻ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത സമയം. ഓക്കെ, നഴ്സുമാരാണ് ആദ്യം അവർ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ അവിടെ ഇൻ പേഷ്യൻസ് അവിടെ വാർഡിലൊക്കെ അഡ്മിറ്റ് ആക്കി എടുക്കും. അപ്പൊ ഈ പറയുന്ന ഇൻ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം അതൊരു ഇൻഡിക്കേറ്റർ ആണ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അടുത്തത് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അത് വരും. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് എന്താണ്? പെർസെന്റേജ് ഓഫ് ഇൻ പേഷ്യന്റ് കേസസ് ഇൻ വിച്ച് ദ നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ്. അതായത് ഈ നഴ്സിംഗ് കെയർ പ്ലാൻ ഉണ്ട്, അതായത് ഓരോ രോഗിക്കും നഴ്സുമാർ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് അതൊരു കൃത്യം ഒരു പ്ലാൻഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതിന് നമ്മൾ നഴ്സിംഗ് കെയർ പ്ലാൻ ആണ്. പരിചരണം കൊടുക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ഓരോ രോഗികൾക്കും ആ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ അനുസരിച്ചിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം, ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ഓരോ രോഗിക്കും എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, എല്ലാവർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്, അവർക്ക് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ, അങ്ങനെ ഓരോ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തില് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള നഴ്സിംഗ് കെയർ പ്ലാൻസ് ഉള്ള ഇൻ പേഷ്യൻസിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? കൃത്യമായിട്ട് നഴ്സിംഗ് കെയർ പ്ലാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഇൻ പേഷ്യൻസുകളുടെ ശതമാനം. ഓക്കെ, അപ്ഡേറ്റഡ് ആയിട്ട് വേണം ഓരോ പ്ലാനിങ്ങും ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അത് രേഖപ്പെടുത്തിയതിന്റെ ശതമാനം അത് ഒരു സൂചകമാണ് കേട്ടോ. മനസ്സിലാവില്ലേ നിങ്ങൾക്ക് പറയുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ എന്താണ്? മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നതിൽ വരുന്ന എറർ ആണ് കേട്ടോ. നമ്മളിപ്പോ പഠിക്കുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളൊക്കെ പേഷ്യൻസിന് സെർവ് ചെയ്യുന്നത് ആരാണ്? നഴ്സുമാരായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ഇൻ പേഷ്യൻസ്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് കറക്റ്റ് മരുന്നൊക്കെ കൊടുക്കുന്നത് ആരാണ്? അവിടുത്തെ നഴ്സുമാരാണ് അല്ലെ. അപ്പൊ ഈ നഴ്സുമാർ ഇതൊക്കെ മരുന്ന് കൊടുക്കുന്നതിൽ എന്തെങ്കിലും എറർ വരുന്നുണ്ടോ അല്ലെ, തെറ്റായിട്ട് വല്ല കൊടുക്കുന്നുണ്ടോ, കൃത്യമായ ഡോസിൽ കൊടുക്കാതിരിക്കോ, അതൊക്കെ എന്താണ്? മെഡിക്കേഷൻ എററുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ശതമാനം. ഓക്കെ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. ഓക്കെ, അടുത്തത് നാലാമത്തെ പോയിന്റ് എന്താണ്? നമ്പർ ഓഫ് ദ സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് ഗാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചു കേട്ടോ. അതായത് സെന്റിനൽ ഇവന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധേയമായിട്ടുള്ള സംഭവങ്ങൾ. എങ്ങനെ ശ്രദ്ധ? പോസിറ്റീവ് ആയിട്ടുള്ളതല്ല, നെഗറ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാലോ. നല്ല രീതിയും ചെയ്യാം, മോശമായിട്ട് നമുക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പ്രതികൂലമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതാണ് ഇവിടെ സെന്റിനൽ ഇവന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തില് മോശമായിട്ട് നടക്കുന്ന എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത്തരത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ ഗ്യാദർ ചെയ്യണം അല്ലെ, കളക്ട് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം, കൃത്യമായിട്ട് വിലയിരുത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന്റെ എണ്ണം, അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം. ഇനി എന്താണ് ഒരു സെന്റിനൽ ഇവന്റ് എന്നുള്ളത് കൃത്യമായിട്ട് നെക്സ്റ്റ് സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് കേട്ടോ. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. എ സെന്റിനൽ ഇവന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ഇൻ എ ഹെൽത്ത് കെയർ സെറ്റിംഗ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡെത്ത് ഓർ സീരിയസ് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഇഞ്ചുറി ടു എ പേഷ്യന്റ് ഓർ പേഷ്യൻസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ്. അത് അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് സെന്റിനൽ ഇവന്റ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്. അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് മോള്, ഇതാണോ ഒന്നുകൂടെ പറയാൻ പറഞ്ഞത്? നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് ആണോ സുഷി പറഞ്ഞത്? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ പറയുന്നുള്ളൂ. നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് കേട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കാം. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാല് അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇവന്റ് ആണ്. അൺആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പെക്ടഡ് ആയിട്ട് കേട്ടോ, പ്രതീക്ഷിക്കാതെ, മനസ്സിലായോ? അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന
ചില സംഭവങ്ങളാണ്. ആ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പക്ഷെ രോഗിയുടെ മരണത്തിനോ അല്ലെങ്കിൽ എന്താണ് രോഗിക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ മെന്റലി ആയിട്ടോ എന്തെങ്കിലും ഡാമേജ് വരുത്തുന്ന അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു മോശം അവസ്ഥ നൽകുന്ന അത്തരം സംഭവങ്ങളെയാണ് അത് എവിടെ നടക്കുന്നത് വിത്തിൻ ദ ഹോസ്പിറ്റൽ സെറ്റിംഗ് ഹോസ്പിറ്റലിന് അകത്ത് നടക്കുന്ന അത്തരം സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് ഈസ് അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ്. അതായത് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന അതും ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന ചില സംഭവങ്ങളാണ്. ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പക്ഷെ രോഗിയുടെ മരണത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന രോഗിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ഇഞ്ചുറിയോ പരിക്കോ ഒക്കെ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളാണ്. ഓക്കെ, അതാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ അത്രയൊന്നും വായിക്കട്ടോ. സെന്റിനൽ ഇവന്റ് ഈസ് ഡിഫൈൻഡ് ആസ് any unanticipated event in a healthcare setting that results in death or serious physical or psychological injury to a patient or patients. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചേ. നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. അതായത് ആ ഒരു രോഗിയുടെ സാധാരണയായിട്ടുള്ള അവരുടെ എന്താ പറയാ രോഗവുമായിട്ട് ബന്ധപ്പെടാത്ത എന്തെങ്കിലും സംഭവം. സാധാരണ രോഗമായിട്ട് ബന്ധപ്പെടാത്ത ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു പേഷ്യന്റ് വയറുവേദനയായിട്ട് ട്രീറ്റ്മെന്റിന് വരികയാണ്, ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പൊ വയറുവേദനയെ തുടർന്ന് അവരവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ രോഗി. ഈ രോഗി പെട്ടെന്ന് ഒരു ദിവസം ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അവിടെ തെന്നി വീണിട്ട് ഈ രോഗിക്ക് എന്ത് സംഭവിക്കുന്നത് ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ശരിക്കും അവരുടെ നാച്ചുറൽ കോഴ്സ് ഓഫ് ഇൽനെസ് എന്തായിരുന്നു? വയറുവേദനയായിരുന്നു. വയറുവേദനയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്ന പേഷ്യന്റ് ആണ്. പക്ഷെ ഒരു അഡ്മിറ്റ് ആയ പേഷ്യന്റ് ആണ്. അവരൊരു ദിവസം ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവിടെ സ്ലിപ്പറി ഫ്ലോർ ആയതുകൊണ്ട് അവിടെ തെന്നി വീഴുന്നു. ആ തെന്നി വീണ് അവരുടെ തലയിടിച്ചവർക്ക് ഹെഡ് ഇഞ്ചുറി വരികയാണ്. മനസ്സിലായി? ആ ഒരു ഹെഡ് ഇഞ്ചുറി മൂലം അവർക്ക് അല്ലെ വേറൊരു പ്രശ്നം ശരിക്കും വന്നത് എന്തിനാ വയറുവേദനയുടെ ട്രീറ്റ്മെന്റ് പരിക്ക് പറ്റിയത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന വീണത് കൊണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. നോട്ട് അത് ഒരു അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ് അല്ലെ. അപ്രതീക്ഷിതമായിട്ട് നടന്ന സവാരിയിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ നടക്കുന്നത്? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. പേഷ്യന്റിന്റെ യഥാർത്ഥമായിട്ടുള്ള അസുഖമായിട്ട് ബന്ധപ്പെട്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്, അല്ലാതെ വരുന്ന അൺഎക്സ്പെക്ടഡ് സംഭവങ്ങൾ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അത്തരം സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്ത് അതിനെ വിലയിരുത്തണം. അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ശതമാനം എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു സൂചകമാണ് കേട്ടോ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിൽ അത്ര വലിയ സേഫ്റ്റി ഒന്നും പേഷ്യൻസിന് കൊടുക്കുന്നില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണ്? സുഷിക്ക് മനസ്സിലായോ പറഞ്ഞത്? സെന്റിനൽ ഇവന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും സൂചിപ്പിച്ചിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തതാണ് 6th പോയിന്റ്. ഓക്കെ, സിക്സ്ത് പോയിന്റ് ഇതാണ് കേട്ടോ. പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. എന്താണ് പറയുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കാര്യത്തിൽ അല്ലെ. 5ാമത്തെ പറഞ്ഞില്ലേ? ഓക്കെ, 5ാമത്തെ പറഞ്ഞില്ല. ഓക്കെ, അതിന്റെ ഇടയിൽ പെട്ടുപോയെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. 5th പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ, ഓർ നിയർ മിസ്. നിയർ മിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഒരു പേഷ്യന്റിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് വരുന്ന എന്തെങ്കിലും പെശകുകളായിരിക്കാം അല്ലെ, എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളാവാം. പക്ഷെ ഭാഗ്യവശാൽ എന്താണ് രോഗിക്ക് വേറെ ദോഷമൊന്നും വരാത്ത ചില കേസുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബ്രസ്റ്റിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം ഷോൾഡറിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു ഡോക്ടർ, അനസ്തേഷ്യോളജിസ്റ്റ് അത് കണ്ടിട്ട് ഡോക്ടറിനെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പൊ അവിടെ നടന്നേക്കാവുന്ന ഒരു സംഭവമായിരുന്നു, പക്ഷെ ഭാഗ്യത്തിന് ഒന്നും അങ്ങനെ നടന്നില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് കേട്ടോ. അപ്പൊ നിയർ മിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ബട്ട് നോട്ട് ഹാപ്പൻഡ്. സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നു, പക്ഷെ ഭാഗ്യത്തിന് എന്തുണ്ടായില്ല, സംഭവിച്ചില്ല. ഓക്കെ, അതാണ് കേട്ടോ. അപ്പൊ നിയർ മിസ് എന്താന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളുടെ ശതമാനം. ഓക്കെ, അതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? 6th പോയിന്റ് ഇതാണ്. പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. മൈറ്റ് ഹാവ് ഹാപ്പൻ നോട്ട് ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നു, പക്ഷെ സംഭവിച്ചില്ല. ഓക്കെ, അതാണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങള്? കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? അടുത്തതാണ് 6th പോയിന്റ് ഇതാണ്. പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് കേട്ടോ, പെർ പേഷ്യന്റ് അഥവാ പെർ ഷിഫ്റ്റ്. അതായത് നമ്മൾ അറിയാലോ, നഴ്സുമാരുടെ അവരുടെ ഡ്യൂട്ടി ടൈം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ വിവരങ്ങള്
കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ഡേ ടൈമിൽ നിൽക്കുന്ന നഴ്സ് അവരുടെ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി നഴ്സ് വരുമല്ലോ. അപ്പൊ അവർക്ക് ഈ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് വിവരങ്ങള് അവർക്ക് കൊടുക്കുന്ന മരുന്നുകളും അതുപോലെ അവരുടെ ഇൻഫർമേഷൻസും എല്ലാ സംഭവങ്ങളും എന്താണ് വളരെ സ്യൂട്ടബിൾ ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം കേട്ടോ. അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നല്ല രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതിന്റെ ശതമാനം. ഓക്കെ, അതാണ് പ്രോപ്പർ ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചെയ്യും. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. തോന്നുന്ന രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യരുത്. ആ ഒരു രോഗിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് മുഴുവൻ ഒന്നും വിടാതെ തന്നെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് തന്നെ. അതിപ്പോ ഡോക്ടേഴ്സിന്റെ ഇടയിലുണ്ട്, നഴ്സുമാരുടെ അതന്നെ ഫുൾ ഡീറ്റെയിൽസ് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ളതിന്റെ ശതമാനം. ഓക്കെ, അടുത്തെന്താണ് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, അതായത് ഈ രോഗികളുടെ ഐഡന്റിഫിക്കേഷനിൽ വരുന്ന തെറ്റുകൾ. ഒരേ പേരിൽ തന്നെ 2-3 പേര് വരാന്ന് വിചാരിക്കാം. ചെറിയൊരു ഇനീഷ്യൽ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ എറർ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. എറർ വരാൻ അല്ലെ ഒരേ പേരിൽ 2-3 പേരൊക്കെ വരുമ്പോ ചിലപ്പോൾ ട്രീറ്റ്മെന്റുകൾ മെഡിസിൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷനിൽ വരുന്ന അറിവുകളാണ് അല്ലെ. ചിലപ്പോൾ തെറ്റായിട്ട് നമ്മള് ഒരാളുടെ പേര് ആവട്ടെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് കേട്ടോ. അതായത് പേഷ്യന്റിന്റെ ആ ഒരു തിരിച്ചറിയൽ ഐഡന്റിഫിക്കേഷനിൽ വരുന്ന തെറ്റുകളാവാം. അപ്പൊ അതുപോലെ ചിലപ്പോൾ മരുന്ന് മാറിക്കൊടുക്കാം അല്ലെ. ഇപ്പൊ ഡോസേജ് വ്യത്യാസം വരാം, അങ്ങനെയൊക്കെ വരാമല്ലോ. ഇത്തരം സംഭവങ്ങൾ കേട്ടോ. അതന്നെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, അടുത്തത് മനസ്സിലായില്ലേ അത്? അതന്നെ രാധിക, അതന്നെ. ഇപ്പൊ ഫാത്തിമ ഉണ്ട്, ഫാത്തിമ പി ഉണ്ട്, രണ്ടും വ്യത്യസ്ത ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പൊ ഫാത്തിമയ്ക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഫാത്തിമ പിക്ക് കൊടുക്കാം, ഫാത്തിമ പിക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് വെറും ഫാത്തിമയ്ക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ വരില്ലേ അത്തരം കേസ് കേട്ടാ. ശരി, അടുത്തതാണ് എന്ത് അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് കേട്ടോ. അഡ്ഹിയറൻസ് ടു ഹാൻഡ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച അതേ പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ ഒരു ബർഡൻ വരുന്നില്ല, ഇവിടെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്, അതായത് നമ്മള് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ ശതമാനം അല്ലെ. കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ ശതമാനം നമുക്കറിയാം അല്ലെ. പ്രോപ്പർ ഹാൻഡ് വാഷ് ചെയ്താൽ തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഹാൻഡ് വാഷ് ഹൈജീൻ അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ ശതമാനം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, 9ാമത്തെ പോയിന്റ് ആണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്സ്. ICUലും അതുപോലെ തന്നെ വാർഡിലുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ICUന്റെ ഓൾറെഡി പഠിച്ചതാണ് 1:1 or 1:2 അല്ലെ. അപ്പൊ അതാണ് കൃത്യമായിട്ടുള്ള അവിടുത്തെ അനുപാതം. അവിടെ അങ്ങനെയായിരിക്കണം നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത്. വാർഡിലൊക്കെ ആണെങ്കിൽ ജനറൽ വാർഡൊക്കെ ആകുമ്പോൾ 1:6 ഒക്കെയാണ് കേട്ടോ പറയാ. അതായത് 6 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു നഴ്സ് എന്നുള്ളത്. അത് കേൾക്കണം. ഇത്രയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് ഇതിനകത്ത് വരുന്നത്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നത്. ഇതെല്ലാം തന്നെ എന്താണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഇത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ചില പോയിന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരുപോലെ ബാധകമാണ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ചില പോയിന്റുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരുപോലെ ബാധകമാണ് കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ അത്രയും. ഇനി അടുത്തതാണെന്ത് 2ാമത്തെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ, അവിടെ ആരാണ് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തി? ആരാണ്? ICN നഴ്സ് ആണ് കേട്ടോ. ICN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ ആണ് കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, ICN നഴ്സ് കേട്ടോ. ICN എന്നതിന്റെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ ട്ടോ. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ. ഓക്കെ, അപ്പൊ അവിടെ നിന്നുള്ള നഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് കേട്ടോ. അത് രജിസ്ട്രേർഡ് നഴ്സ് ആണ്. ഇത് ICN നഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി നഴ്സുമാർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടു കൂട്ടരും എന്താണ് ഒരുപോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാർ തന്നെയാണ്. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന രജിസ്ട്രേർഡ് നഴ്സ് അവർ സർട്ടിഫൈഡ് ആവുന്നത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് ബോർഡ്സ് ആണ് അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന നഴ്സിംഗ് ബോർഡുകൾ ഉണ്ടല്ലോ, അവരാണ് രജിസ്ട്രേർഡ് നഴ്സിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതേസമയം ICN നഴ്സ് എന്ന് പറയുമ്പോൾ അത്തരം നഴ്സുമാർക്ക് സർട്ടിഫിക്കേഷനും മെമ്പർഷിപ്പും ഒക്കെ ലഭിക്കുന്നത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷനിലൂടെയാണ്. അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്.
അതാണ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ. അതിലൂടെ സർട്ടിഫിക്കേഷനും മെമ്പർഷിപ്പും കിട്ടുന്ന നഴ്സുമാരാണ് ICN നഴ്സ് എന്ന് പറഞ്ഞത്. രജിസ്റ്റേർഡ് നഴ്സിന് ആരെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് നഴ്സിംഗ് ബോർഡ്സുകളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ കുറെ കൂടി സിമിലർ ആണ്. പിന്നെ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുമ്പോൾ അവര് നേരിട്ടുള്ള രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട നഴ്സുമാരാണ്. ICN നഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് രോഗി പരിചരണത്തിനേക്കാൾ ഉപരി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിസർച്ച്, അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ടീമാണ്. എന്ന് വെച്ചാൽ അവർ പരിചരിക്കില്ല എന്നല്ല, പക്ഷെ അതിനേക്കാളും കൂടുതൽ അവര് ഫോക്കസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, റിസർച്ച്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. വെറുതെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം കേട്ടോ. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോള് ICNന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ കിട്ടിയോ? ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ. അവരിൽ നിന്നും ആ ഒരു അസോസിയേഷനിൽ നിന്നും സർട്ടിഫൈഡ് ആയിട്ടുള്ള നഴ്സാണ് കേട്ടോ ICN നഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്. ഒന്നാമത്തത് IPD. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്. കറക്റ്റ് ആണ് കേട്ടോ ആതിര, കറക്റ്റ് ആണ് കേട്ടോ. അതെ, അതായത് IPD എന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കൂ, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്, അതായത് നമ്മൾ ഈ ശരീരദ്രവങ്ങൾ വഴിയായിട്ട് ഇൻഫെക്ഷൻ വരുന്നേ, അങ്ങനെയുള്ളതിന്റെ ശതമാനം ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം, അതായത് ശരീരദ്രവങ്ങളിലൂടെയുള്ള ചില ഇൻഫെക്ഷൻസ് വരാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, ബ്ലഡിലൂടെയൊക്കെ വരുന്ന HIV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, C അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാമല്ലോ ശരീരദ്രവങ്ങളിലൂടെ. അപ്പൊ അത്തരം എന്താ പറയാ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം വരുന്ന ഇൻസിഡൻസ് കേസുകളുടെ ശതമാനം ഏത്? IPDയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് പഠിക്കുന്നത്, അപ്പൊ അതിലൂടെ വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ IPDയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അത്തരം കേസുകൾ, അതേപോലെ തന്നെ OPD ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അത് തന്നെ സെയിം സംഭവം എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. എവിടെ നിന്ന് വേണമെങ്കിൽ വരാലോ. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. ആദ്യത്തെ നമ്മൾ പറഞ്ഞ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതും സെയിം സംഭവം തന്നെ OPD ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ അടുത്ത കേസ് നോക്കൂ, IPDയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഇതൊക്കെ അവിടെ പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്താണ്? നീഡില് മൂലം, ഷാർപ്പ് മൂലമൊക്കെ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് അല്ലെ, പരിക്കുകൾ. അവിടെ മുറിവ് എന്ന് പറയുമ്പോൾ കയ്യിലുണ്ടാവുന്ന മുറിവ് എന്നുള്ള രീതിയിൽ മാത്രം കണക്കാക്കരുത്. സുരക്ഷിതമല്ലാത്ത സിറിഞ്ചുകൾ അല്ലെ, നീഡിൽ സ്റ്റിക്ക് വഴി ഉണ്ടാവുന്ന അസുഖങ്ങളാവാം. HIV, ഹെപ്പറ്റൈറ്റിസ് B, C, സിഫിലിസ് അങ്ങനെയൊക്കെ വരുന്ന എന്താ പറയാ അസുഖങ്ങളാണ് അവിടെ ഇഞ്ചുറി എന്നതുകൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബ്ലഡ് ഒക്കെ തെറിക്കുന്നത്, അതിലൂടെ അസുഖങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പൊ അത് IPD ആയിട്ട് ബന്ധപ്പെട്ടതും സെയിം സംഭവം OPD ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശതമാനം അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അത് സൂചകമാണ്. അടുത്തത് നോക്കൂ, 5th പോയിന്റ് എന്താണ്? ഇൻസിഡൻസ് ഓഫ് ഫാൾസ്. അതും അവിടെ പഠിച്ച പോയിന്റ് ആണ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഫാൾസ് എന്ന് പറഞ്ഞ എന്താണ്? വീണ് പോകുന്ന രോഗികളുടെ എണ്ണമാണ് കേട്ടോ. രോഗികളുടെ വീഴ്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ട് വീണ് പോകുന്ന രോഗികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സ്ലിപ്പറി ഫ്ലോർ, ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫിസിക്കൽ ഫെസിലിറ്റീസിലുള്ള അപാകത കൊണ്ട് അല്ലെ, തെന്നി വീഴുന്നത്, അല്ല അവിടെ ട്രീറ്റ്മെന്റിന് വന്ന ആള് അവിടെ തെന്നി അരച്ച് വീണ് അയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയാണ്. അതുപോലെ തന്നെ പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ലാതെ, ഇപ്പൊ വെളിച്ചക്കുറവൊക്കെ കാരണം കൊണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ, രോഗികൾ തെന്നി വീഴാം. അതുപോലെ തന്നെ അതങ്ങനെയുള്ള കേസുകൾ. പിന്നെ ഈ കൊടുക്കുന്ന മരുന്നുകൾ, ഓക്കെ, അവർക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ ചിലപ്പോൾ ഡോസ് കൂടിയിട്ടോ അതിന്റെ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് എന്നോണം അബോധാവസ്ഥയിലാവുന്ന വീണ് പോകുന്ന രോഗികൾ ഉണ്ടായിരിക്കും. ആ വീഴ്ചയിൽ തന്നെ അവർക്ക് പല ഫ്രാക്ചർ സംഭവിക്കാം. ചിലപ്പോൾ ആജീവനാന്ത ട്രീറ്റ്മെന്റിന് കാരണമാവുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവാം അല്ലെ. അപ്പൊ അത്തരത്തില് ഇൻസിഡൻസ് ഓഫ് ഫാൾസ് വീണ് പോകുന്ന രോഗികളുടെ എണ്ണമാണ്, അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിത്തിൻ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് വീണ് പോകുന്ന രോഗികളുടെ എണ്ണം. അതുപോലെ ചിലർക്ക് സൈക്കോളജിക്കലായിട്ട് അല്ലെ, മാനസികമായിട്ട് എന്തെങ്കിലും ട്രോമ വന്നിട്ട് വീണ് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ. അങ്ങനെയുള്ളവരുടെ ശതമാനം. ഓക്കെ,
സിക്സ്ത് പോയിന്റ് ഇതാണ്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാ അല്ലെ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന പ്രഷർ അൾസേഴ്സ് അല്ലെ, അഡ്മിഷന് ശേഷം പ്രഷർ അൾസേഴ്സ് വരുന്ന രോഗികളുടെ ശതമാനം അല്ലെ. ഓക്കെ, ബെഡിൽ കുറെ ദിവസം കിടക്കുമ്പോൾ സ്കിന്ന് പൊട്ടി പോകുന്നൊക്കെ പറഞ്ഞില്ല, ആ സംഭവം ബെഡ് സോർ എന്നാണ് കേട്ടോ അതിനെ പറയാം. അപ്പൊ നോക്കൂ, ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്, അതായത് അവിടെ ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, അതായത് 1000 ദിവസത്തില് കേട്ടോ, അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്. അതായത് 1000 ദിവസത്തെ രോഗി പരിചരണത്തില് 1000 ദിവസത്തെ രോഗി പരിചരണത്തില് ഈ പറയുന്ന ബെഡ് സോർ വന്ന പേഷ്യൻസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1000 ദിവസത്തെ, ഒരു വർഷത്തിന് 365 ദിവസം ഉണ്ട്, അങ്ങനെ 1000 ദിവസത്തെ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിനകത്ത് ഇത്തരം ബെഡ് സോർ വന്ന കേസുകൾ എത്ര ഉണ്ട്, അതിന്റെ ശതമാനമാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. മനസ്സിലായില്ലേ? 1000 ദിവസത്തെ രോഗി പരിചരണത്തില് ഈ ബെഡ് സോർ വന്നിട്ടുള്ള പേഷ്യൻസുകളുടെ ആ ഒരു എണ്ണം അല്ലെങ്കിൽ അതിന്റെ ശതമാനം, നിരക്ക്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെവൻത് പോയിന്റ്, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. സെയിം പോയിന്റ് ആണ് അല്ലെ, അതായത് കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കേസുകളുടെ നിരക്ക്. പിന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയയുടെ നിരക്ക്. പിന്നെന്താണ്, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. അതൊക്കെ കഴിഞ്ഞ പോയിന്റുകളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് പറയാത്തത്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് കത്തീറ്റർ, വീനസ് കത്തീറ്റർ ആണ് കേട്ടോ, കത്തീറ്റർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് കത്തീറ്റർ പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ കേട്ടോ, വലിയ വെയിനിലേക്കൊക്കെ ഘടിപ്പിക്കുന്ന കത്തീറ്റേഴ്സ് ആണ്. അപ്പൊ അതിലൂടെ എന്ത് വരാം, രക്തത്തിലേക്ക് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ നിരക്ക്. പിന്നെന്താണ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, സർജറിക്ക് ശേഷം സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന അണുബാധ, അത്തരം കേസുകളുടെയൊക്കെ നിരക്ക് അഥവാ ശതമാനം. ഓക്കെ, ഇപ്പൊ ഇത് വേറെ ഒന്നും പറയാനില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ അതേ പോയിന്റ്സുകൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചു പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ ആണല്ലോ? കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്കാണ് കേട്ടോ ഇത് ഓക്കെ ആവുള്ളൂ, അല്ലാത്തവർക്ക് ചിലപ്പോ ഓക്കെ ആവണമെന്നില്ല. മിസ് എന്താണ് ഇങ്ങനെ സ്പീഡിൽ പോണേന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ സ്ട്രെസ് ചെയ്യാത്തത്. ഓക്കെ, തേർഡ് പോയിന്റ് കേട്ടോ, തേർഡ് പോയിന്റ് അല്ല, തേർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ICU ഓർ എമർജൻസി കേട്ടോ. ICU ഉണ്ട്, എമർജൻസി അത്യാഹിത വിഭാഗം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ആരായിരിക്കും? ICUലാണെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ICUയിലുള്ള രജിസ്റ്റേർഡ് നഴ്സുമാര്, അതുപോലെ എമർജൻസിയിലുള്ള നഴ്സുമാരുണ്ടായിരിക്കും അല്ലെ, അവരായിരിക്കും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സൂചകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ഇതൊക്കെ സെയിം പോയിന്റ് ആണ് കേട്ടോ, ടൈം ഫോർ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്, അതന്നെ ICU രജിസ്റ്റേർഡ് നഴ്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. എമർജൻസി പേഷ്യന്റിന്റെ, അതായത് അത്യാഹിത വിഭാഗത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു എമർജൻസി പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം. ഞാൻ പറഞ്ഞല്ലോ, ചില സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരുപോലെ ബാധകമാണ്. ഇത് പ്രത്യേകം എടുത്തു പറയുന്നു മാത്രം കേട്ടോ. എമർജൻസി പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡോർ പേഷ്യൻസിന്റെ പ്രാഥമിക, എന്ന് പറഞ്ഞ പോലെ ഇവിടെ എമർജൻസി പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം. രണ്ടാമത്തത്, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. സെയിം പോയിന്റ് ആണ്, അതായത് ഒരു എമർജൻസി അത്യാഹിത വിഭാഗത്തിലേക്ക് വന്നിട്ടുള്ള ഒരു രോഗി ഒരു 72 മണിക്കൂറിന് ശേഷം സെയിം അതേ കാരണങ്ങളാൽ തന്നെ, അതേ രോഗകാരണങ്ങളാൽ തന്നെ വീണ്ടും അങ്ങോട്ടേക്ക് റിട്ടേൺ മടങ്ങി വരേണ്ട സാഹചര്യങ്ങൾ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ശതമാനം. നമ്മൾ പറഞ്ഞല്ലോ, വയറുവേദനയായിട്ട് ഒരാൾ കാഷ്വാലിറ്റിയിൽ വരുന്നു, അയാൾക്ക് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, മരുന്നൊക്കെ കൊടുത്ത് അയാൾ പറഞ്ഞു വിടുന്നു. പക്ഷെ ഒരു 72 മണിക്കൂറിന് ശേഷം ഇതേ വയറുവേദന പ്രശ്നങ്ങൾ, ഇതേ ലക്ഷണങ്ങളും ആയിട്ട് അയാൾ തിരിച്ചങ്ങോട്ട് തന്നെ വരികയാണ്, അത്യാഹിത വിഭാഗത്തിലോട്ട് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം. ചിലപ്പോൾ ആദ്യം കൊടുത്ത ട്രീറ്റ്മെന്റ് പ്രോപ്പർ അല്ലായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത മരുന്നുകൾ ശരിയല്ലായിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വരുന്ന കേസുകളുടെ ശതമാനം കേട്ടോ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, അത് നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു പോയിന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അവിടെ ഇല്ലാത്തൊരു ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. റീ ഇൻക്യുബേഷൻ റേറ്റ് കേട്ടോ. എന്താണ് റീ ഇൻക്യുബേഷൻ റേറ്റ്? എന്ത് വാക്കിന്റെ കൂടെ റീ എന്ന് ചേർക്കുമ്പോൾ അറിയാലോ, രണ്ടാമത് ഒരു പ്രാവശ്യം ചെയ്യുന്നതാണ്, വീണ്ടും ചെയ്യുന്ന എന്നുള്ള അർത്ഥമാണ് അല്ലെ റീ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റീ ഇൻക്യുബേഷൻ റേറ്റ് എന്താണെന്നാണ് പറയുന്നത്. വേറൊന്നുമില്ല, ആദ്യം തന്നെ ഇൻക്യുബേഷൻ എന്താണെന്ന് അറിയണം. ഇൻക്യുബേഷൻ, ട്യൂബർ അല്ലെ, ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല,
ഇറ്റ് ഈസ് എ മെഡിക്കൽ പ്രൊസീജിയർ ആണ്, ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. അവിടെ ഒരു ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ പേഷ്യൻസ് എയർവേ. അതായത് നമ്മുടെ രോഗിയുടെ ശ്വാസനാളം ഉണ്ടല്ലോ, ട്രക്കിയ, അതെ, ആ ഒരു ശ്വാസനാളത്തിലേക്ക് അനസ്തേഷ്യ സമയത്തൊക്കെയാണ് സാധാരണ കൊടുക്കുക കേട്ടോ. അപ്പൊ അനസ്തേഷ്യ ഒക്കെ ചെയ്യുന്ന സമയത്ത് രോഗിയുടെ ശ്വാസനാളത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു ട്യൂബാണ് കേട്ടോ, ഒരു ട്യൂബാണ്. ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ എന്താ പറയാ, ഇൻട്യൂബേഷൻ ആണ് പറയാ. ഇൻട്യൂബേഷൻ, ട്യൂബേഷൻ എന്ന് പറഞ്ഞാൽ ട്യൂബ് ഇറക്കുന്നതുകൊണ്ടാണ് ട്യൂബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു പ്രൊസീജിയർ സമയത്ത് വേറെ ശ്വാസതടസ്സം ഒന്നും വരാൻ പാടില്ല. പ്രോപ്പർ വെന്റിലേഷന് വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ ആ ഒരു ഓക്സിജൻ സംവഹനം നടക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആ ഒരു ട്യൂബ് ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുന്നത്. അപ്പൊ അതാണ് ഇൻക്യുബേഷൻ. അപ്പൊ റീ ഇൻക്യുബേഷൻ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചേ. റീ ഇൻക്യുബേഷൻ എന്തായിരിക്കും? ആദ്യം ഇൻക്യുബേഷൻ ചെയ്തു, പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞപ്പോ അത് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു അല്ലെ, ട്യൂബ് പുറത്തേക്ക് എടുത്തു. പക്ഷെ പെട്ടെന്ന് തന്നെ രോഗിക്ക് ഒരു ശ്വാസതടസ്സം വരികയാണ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഈ ട്യൂബ് വീണ്ടും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതായിട്ട് വരും അല്ലെ. ശ്വാസതടസ്സം വരികയാണെങ്കിൽ എന്തായാലും വീണ്ടും ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ആ വീണ്ടും എന്നുള്ള അർത്ഥത്തിലാണ് റീ ഇൻക്യുബേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്ന് വായിച്ചേ, എന്താണ് റീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാല്? റീ ഇൻക്യുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്ട്യൂബേഷൻ. അതായത് ഒരു പ്രാവശ്യം ഇൻസേർട്ട് ചെയ്തു, പിന്നെ റിമൂവ് ചെയ്തു, എടുത്തതിനാണ് എക്സ്ട്യൂബേഷൻ, പുറത്തേക്ക് എടുത്തതിനാണ് എക്സ്ട്യൂബേഷൻ. എക്സ്ട്യൂബേഷന് ശേഷം വീണ്ടും എന്താണ്, ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. ഓക്കെ, അത്തരം കേസുകളുടെ ശതമാനമാണ് കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ നിരക്കാണ് റീ ഇൻക്യുബേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. റീ ഇൻക്യുബേഷൻ എന്താണെന്ന്? ഇറ്റ് വാസ് ഡിഫൈൻഡ് ആസ് എൻ ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്ട്യൂബേഷൻ ഓഫ് എ പേഷ്യന്റ് who had been initially tracheal intubated under the general anesthesia or combined general and regional anesthesia. സാധാരണ അനസ്തേഷ്യ സമയത്താണ് നമുക്ക് അതിനെ ശ്വാസനാളത്തിലേക്ക് ട്യൂബ് ഇറക്കേണ്ടി വരിക. ആ സമയത്ത് ഇൻറ്റുബേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ റിമൂവ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ട സാഹചര്യം വരിക. അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉണ്ടാകുന്നത്. കഫം നീക്കാൻ മാത്രമല്ല ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ശ്വാസതടസ്സം വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അവിടെ കഫം എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, ആ എയർവേ കുറച്ചും കൂടെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ശ്വാസനാളം കുറച്ചും കൂടെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇങ്ങനെ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാം. ശ്വാസം ചില ഓപ്പറേഷൻ സമയത്ത് മരിച്ചു പോകുന്ന പേഷ്യൻസിൽ കാർഡിയക് അറസ്റ്റ് വരെയോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് വരെയോ, അപ്പൊ അങ്ങനെയുള്ള കേസുകൾ പൊതുവെ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ എല്ലാ പേഷ്യൻസിനും കൊടുക്കും. ഭയങ്കര ഒരു ഇതാണ്, നമ്മൾ അറിയില്ല, അനസ്തേഷ്യ തന്നിട്ടാണ് പെട്ടെന്ന് ഈ അനസ്തേഷ്യ കൊടുക്കുന്ന അതേ ടൈമിൽ തന്നെ ഇവര് നമ്മുടെ വായുടെ ഉള്ളിലേക്ക് നല്ല പ്രഷർ കൊടുത്തിട്ട് അവര് നമ്മുടെ തൊണ്ടയിലൂടെ ഇറക്കും. അപ്പോഴേക്കും നമ്മുടെ ബോധം പോയിട്ടുണ്ടാവും. പക്ഷെ ഈ അനസ്തേഷ്യ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബോധം വരുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, അപ്പൊ നമുക്ക് വായിൽ വെള്ളം ഇറക്കുമ്പോൾ ഭയങ്കര പെയിൻ അനുഭവപ്പെടും, തൊണ്ടയിൽ ഭയങ്കര പെയിൻ അനുഭവപ്പെടും. എന്താ സംഭവം എന്നറിയില്ല, ഈ ട്യൂബ് ഇങ്ങനെ ഇറക്കിയതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് തൊണ്ടയിൽ വേറെ എടുക്കണേ, പക്ഷെ ഈ ട്യൂബ് ഇങ്ങനെ നല്ല ശക്തമായിട്ട് അവര് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും, ശ്വാസം മുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തൊണ്ടയിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത്തരം കേസുകൾ റീ ഇൻറ്റുബേഷൻ എന്താണെന്ന് മനസ്സിലായത്, കഫം കളയലല്ല, ശ്വാസം തടസ്സം വരരുത് ഒരു കാരണവശാലും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. അപ്പൊ അതിന്റെ റീ ഇൻറ്റുബേഷൻ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് 4ാമത്തെ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. 4ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ട്രക്കിയൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്വാസനാളം കേട്ടോ. ട്രക്കിയ കേട്ടോ, ശ്വാസനാളം. ഓക്കെ, ഉള്ള ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി എടുത്താൽ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ശ്വാസനാളം പോകുന്നുണ്ട്, എന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് പിരിയും ശ്വാസകോശത്തിലേക്ക്. ആ സംഭവമില്ല, ശ്വാസനാളം ട്യൂബ്, അതാണ് ട്രക്കിയ എന്ന് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന ഇൻറ്റുബേഷനിൽ ആ ട്യൂബിന് പറയുന്ന പേര് എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ് കേട്ടോ പറയാ. ട്യൂബിന് ഒരു പേരുണ്ട്, എൻഡോട്രക്കിയൽ ട്യൂബ്. ആ ട്രക്കിയയിലേക്ക് ഇറക്കുന്ന ട്യൂബ് ആയതുകൊണ്ടാണ് അതിന്റെ പേര് ETT എന്നാണ് പറയാ, എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ് പറയാ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഇനി അടുത്തത് 4ാമത്തെ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. 4ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ. രണ്ടും പറയുന്നത് കേട്ടോ, രണ്ടും ഏകദേശം കണക്റ്റഡ് ആണല്ലോ, അനസ്തേഷ്യ കൊടുത്തിട്ടാണല്ലോ ഓപ്പറേഷൻ ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ തന്നെ അനസ്തേഷ്യ, അവിടെ ആര് തന്നെയായിരിക്കും? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ രജിസ്റ്റേർഡ് നഴ്സിനാണ് അതൊരു ഇമ്പോർട്ടന്റ് റോള് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സൂചകങ്ങൾ ഏതൊക്കെയാ നോക്കാം. ഇതൊന്നും അഡീഷണൽ പഠിക്കേണ്ട കേട്ടോ, എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 1ാമത്തെ പോയിന്റ് ഇതാണ്,
പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. ഓക്കെ, ഈ അനസ്തേഷ്യ പ്ലാനിന് മോഡിഫിക്കേഷൻ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ചിലപ്പോ എന്താണ് അനസ്തേഷ്യ പ്ലാനിൽ ചിലപ്പോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും അല്ലെ. അത് പിന്നെ മാത്രമല്ല, അനസ്തേഷ്യ കൊടുക്കണേ സ്പെഷ്യൽ അനസ്തേഷ്യോളജിസ്റ്റ് വരണം. സാധാരണ ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റില്ല, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അയാൾ വന്നിട്ടാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ അയാൾ ചിലപ്പോൾ നേരം വൈകി വരിക, പറഞ്ഞ സമയത്തിന് അയാൾ വന്നാലാണ് അനസ്തേഷ്യ കൊടുത്ത് സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ വരുമ്പോൾ ഡിലേ ആവുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ അനസ്തേഷ്യ പ്ലാനിൽ ചെറിയ തിരുത്തലുകൾ അല്ലെ, ചെറിയൊരു മാറ്റമൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. അത്തരത്തിൽ അനസ്തേഷ്യ പ്ലാനിന് മോഡിഫിക്കേഷൻ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അതായത് അനസ്തേഷ്യയെ തുടർന്ന് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെന്റിലേറ്ററിലാകുന്ന കേസുകളുടെ ശതമാനം. ഈ അനസ്തേഷ്യ കറക്റ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാല് പേഷ്യന്റിന് ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. എന്നാൽ അടുത്ത ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു അമ്മയും കുഞ്ഞും മരിച്ചിരുന്നു ഈ പറയുന്ന അനസ്തേഷ്യ പ്രശ്നം ഇതിൽ വന്ന ഇതുകൊണ്ട് മരണപ്പെട്ടിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളാണ്. ഇതിപ്പോ മരണപ്പെട്ടിട്ടില്ല, അനസ്തേഷ്യയിലുള്ള പാകപ്പിഴ മൂലം ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട അവസ്ഥ. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് അറിയാലോ. അപ്പൊ ആ ഒരു അനസ്തേഷ്യയെ തുടർന്ന് വെന്റിലേഷനിലായിട്ടുള്ള അത്തരം, അതും പ്രത്യേകം പറയുന്നത് അൺപ്ലാനഡ് വെന്റിലേഷൻ ആണ് കേട്ടോ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പെട്ടെന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെന്റിലേഷനിലായിട്ടുള്ള കേസുകളുടെ ശതമാനം കേട്ടോ. അതൊരു സൂചകമാണ്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. ഇതേപോലെ തന്നെ, അതായത് അനസ്തേഷ്യ മൂലം ഉണ്ടാകുന്ന ചില പ്രതികൂല സംഭവങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായതാണ്. ഈ അമ്മയും കുഞ്ഞും അനസ്തേഷ്യയിൽ ഇത് വന്നിട്ട് മരണപ്പെട്ടിരുന്നു. അപ്പൊ ഈ അനസ്തേഷ്യയെ തുടർന്ന് ഉണ്ടാവുന്ന ചില പ്രതികൂല സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ ശതമാനം കേട്ടോ. പിന്നെ വരുന്നത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. ഇതെല്ലാം ഒരേ അർത്ഥം, ഒരേ ഇത് തന്നെയാട്ടോ സൂചിപ്പിക്കുന്നത്. അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ, അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട മരണനിരക്ക്. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പൊ നമ്മൾ അനസ്തേഷ്യ വിഭാഗമായിട്ടുള്ളതാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ടും കൂടെ ബന്ധപ്പെടുത്തി പറയണ്ടേ, കുറച്ച് സൂചകങ്ങൾ വേണം. അതാണ് അടുത്തത് പറയുന്നത്, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് അവിടെ പറഞ്ഞ പോയിന്റ് ആണ്, അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രണ്ടാമത് സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചു പോകേണ്ട വരുന്ന കേസുകളുടെ ശതമാനം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു സർജറി ചെയ്തു, പക്ഷെ 24 അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ തന്നെ വീണ്ടും ഒരു റീസർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OP. ഓക്കെ, അടുത്തതാണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കേട്ടോ. സർജറികൾ റീഷെഡ്യൂൾ ചെയ്തതിന്റെ, അതായത് റീഷെഡ്യൂൾ ചെയ്ത സർജറികളുടെ ശതമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റോ അല്ലെങ്കിൽ ഡോക്ടറുടെ അവൈലബിലിറ്റി കുറവുകൊണ്ടൊക്കെ ചിലപ്പോൾ വിചാരിച്ച ദിവസം ചിലപ്പോൾ സർജറി നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ വേറെ ഏതെങ്കിലും ദിവസത്തേക്ക് അത് റീഷെഡ്യൂൾ ചെയ്യും. അപ്പൊ അത്തരത്തിൽ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനമാണ് കേട്ടോ. ഓക്കെ, 7th പോയിന്റ് ഇതാണ്, percentage of cases where the organization's procedure to avert hostile events like wrong site, wrong patient and wrong surgery has been adhered to. നമ്മൾ പറഞ്ഞല്ലോ തെറ്റായിട്ടുള്ള, അതായത് അതോ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, പെർസെന്റേജ് ഓഫ് സേഫ് സർജറീസ്, അതായത് സേഫ് ആയിട്ട് നടന്നിരുന്ന സർജറികളുടെ ശതമാനം, അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് വേറെ റോങ് സൈറ്റിലോ റോങ് പേഷ്യന്റോ റോങ് സർജറി ഒക്കെ നടന്നിട്ടുണ്ട്, അത്തരം കേസുകളൊന്നും ഇല്ലാണ്ട് നടന്ന സർജറികളുടെ ശതമാനം എന്ന് പറഞ്ഞ എന്താണ്? പെർസെന്റേജ് ഓഫ് സേഫ് സർജറീസ് കേട്ടോ, സുരക്ഷിതമായിട്ട് നടന്ന സർജറികളുടെ ശതമാനം, അങ്ങനെ പഠിച്ചാൽ മതി. അടുത്തത് 8ാമത്തെ പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? കുറെ പേര് ലെഫ്റ്റ് അടിച്ച് പോവാണല്ലോ. സെയിം പോയിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, 8ാമത്തെ പോയിന്റ് ഇതാണ്, percentage of cases who received suitable prophylactic antibiotics within the specified time frame. അത് നമ്മൾ പറഞ്ഞു കേട്ടോ. പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്താന്ന് പറഞ്ഞല്ലോ, സർജറിക്ക് മുൻപായിട്ട് അല്ലെ, സർജറിക്ക് മുൻപായിട്ട് കൊടുക്കുന്ന മെഡിസിൻ ആണ് കേട്ടോ പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? സർജറിക്ക് ശേഷം വരുന്ന ചില റിസ്കുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാലോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാലോ. അപ്പൊ അതിനൊന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
അതിനൊരു മുൻകരുതൽ എന്നോണം മുന്നോടിയായിട്ട് കൊടുക്കുന്ന മരുന്നാണ് കേട്ടോ. അത്തരത്തില് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എടുത്തിട്ടുള്ള കേസുകളുടെ ശതമാനം, ഓക്കെ, അത്തരത്തിലുള്ള രോഗികളുടെ ശതമാനം കേട്ടോ. അതും ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമാണ്, നിശ്ചിത സമയത്തിൽ കേട്ടോ. ഓക്കെ, അടുത്തതാണ് 9ാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intraoperatively. അത് അവിടെ പറയാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intraoperatively. എന്താണ് ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത്, ഒരു ശസ്ത്രക്രിയ സർജറി നടക്കുന്ന സമയത്ത് അത് യഥാക്രമം നടക്കാതെ പെട്ടെന്ന് നമുക്ക് അതിലൊരു പ്ലാനിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കെ പ്ലാനിൽ ഇല്ലാണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം, ആ ഒരു ശസ്ത്രക്രിയ പ്ലാനിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടാവാണ്. ഓക്കെ, അതായത് ഇപ്പോ സർജറി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതെന്താണ്, ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ രോഗിക്ക് വല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ വരികയാണെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ ചിലപ്പോൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വരും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് യഥാക്രമം നടക്കാതെ അതിന്റെ ആ ഒരു പ്ലാനിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ അതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് പ്ലാൻഡ് സർജറി ഇസ് ആൾട്ടേർഡ് ഇൻട്രാ-ഓപ്പറേറ്റീവ്. പ്ലാൻ ചെയ്ത സർജറിയാണ്, പക്ഷെ പെട്ടെന്ന് അത് ആൾട്ടർ ചെയ്യേണ്ട സാഹചര്യം വരാം. അത്തരം കേസുകളുടെ ശതമാനം കേട്ടോ. അടുത്തതാണ് 10ാമത്തെ പോയിന്റ്, അതും അവിടെ പറയാത്താണ്, റീ എക്സ്പ്ലോറേഷൻ റേറ്റ് ആണ് കേട്ടോ. റീ എക്സ്പ്ലോറേഷൻ, റീ എന്ന വാക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വീണ്ടും ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് ഈ സർജറി കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് വീണ്ടും നമുക്ക് റീ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. മനസ്സിലായാലും അത് ഏതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെ. അതേ പോയിന്റ് തന്നെയാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. അതായത് സർജറി ചെയ്ത സ്ഥലത്ത് വീണ്ടും റീ ഓപ്പറേറ്റ് അഥവാ റീ ഓപ്പൺ ചെയ്യേണ്ട സാഹചര്യം വരിക. അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? OT യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസേഷൻ റേറ്റ്. ഓപ്പറേഷൻ തിയേറ്റർ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഒരു നിശ്ചിത എന്ന് വെച്ചാൽ അത്രയധികം ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ട് അല്ലെ, അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ ഉപയോഗപ്പെടുത്തുന്നതിന്റെ നിരക്ക് കേട്ടോ. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പോയിന്റുകൾ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്ററും അനസ്തേഷ്യയും. അവിടെ പറയാത്ത പോയിന്റ് ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് റീ എക്സ്പ്ലോറേഷൻ റേറ്റും പിന്നെ എന്താണ് പ്ലാൻഡ് സർജറീസ് ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്. അത് രണ്ടും ആണ് ഇതിൽ വരാത്ത പോയിന്റ് കേട്ടോ. അടുത്തത് 5ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ലാബുമായിട്ട്, ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. രോഗനിർണയം നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. രോഗനിർണയം നടത്തുന്ന എങ്ങനെയൊക്കെയാണ്? ലാബ് ടെസ്റ്റിലൂടെ, പിന്നെ എന്താണ് റേഡിയോളജി മെത്തേഡിലൂടെയൊക്കെയാണ് നമ്മൾ രോഗനിർണയം നടത്തുക. അപ്പൊ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് അവിടുത്തെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുകൾ കേട്ടോ. 1ാമത്തെ പോയിന്റ് ഇതാണ്. ഫസ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. സെയിം പോയിന്റ് ആണ് കേട്ടോ. അതായത് ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ് കേട്ടോ. ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ലാബുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം കേട്ടോ. അപ്പൊ 1000 ലാബ് ടെസ്റ്റുകൾ, 1000 റേഡിയോളജി ടെസ്റ്റുകളൊക്കെ നടന്നതിൽ ഈ എറർ വന്ന കേസുകളുടെ, എറർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനമാണ്, അതിന്റെ എണ്ണമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? റേറ്റ് ഓഫ് റീഡോസ്. റേറ്റ് ഓഫ് റീഡോസ് കേട്ടോ. റീ എന്ന വാക്ക് രണ്ടാമത് അല്ലെങ്കിൽ വീണ്ടും ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണല്ലോ. റേറ്റ് ഓഫ് റീഡോസ് എന്താണ്? ഇപ്പൊ നമ്മളിത് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്നു, അല്ലെങ്കിൽ ഇതിന്റെ റേഡിയോളജി ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വരണ്ട, അതിനു മുമ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടാമത് വീണ്ടും എടുക്കേണ്ടി വരും. എക്സ്റേ തന്നെ നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം അവര് നോക്കും, എന്നിട്ട് അവര് നമ്മളോട് പറയുന്നത് വെയിറ്റ് ചെയ്തിട്ട് അവര് നോക്കും ഓക്കെ ആണോ, കറക്റ്റ് ആയിട്ട് എക്സ്റേ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒന്നും കൂടെ അവർ എക്സ്റേ എടുക്കാനായിട്ട് പറയും. അതുപോലെ തന്നെയാണ് ലാബ് ടെസ്റ്റ് അല്ലെ. ഇപ്പൊ ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യതിയാനം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ചിലപ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്യാം അല്ലെ. അങ്ങനെ റീടെസ്റ്റ് ചെയ്യുന്ന കേസുകൾ കേട്ടോ. അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. റേറ്റ് ഓഫ് റീടെസ്റ്റ് കേട്ടോ. രണ്ടാമത് ചെയ്യേണ്ടത് ലാബ് ടെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റേഡിയോളജി മെത്തേഡ് എന്ത് വേണമെങ്കിലും രണ്ടാമത് ചെയ്യേണ്ടി വന്നിട്ടുള്ളതിന്റെ നിരക്ക്. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ്
കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതാണ് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതായത് ഈ ഡോക്ടർ നൽകുന്ന ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്തു പോകുന്ന, ഒത്തുപോകുന്ന ലബോറട്ടറി അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ടുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു രോഗി ഡോക്ടർ കൺസൾട്ട് ചെയ്യാനായിട്ട് വരികയാണ് അല്ലെ. അപ്പൊ ഡോക്ടർ ആദ്യം ഒരു ഫിസിക്കൽ എക്സാമിനേഷൻസും അതുപോലെ അവരുടെ സിംറ്റംസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു ഡോക്ടർക്ക് ഏകദേശം ഒരു ഒരു ഐഡിയ ഉണ്ടാവും, ഇയാൾക്ക് ഇന്ന രോഗമാകാം അല്ലെ, ഇന്ന രോഗമാകാം എന്നുള്ളൊരു അനുമാനം ഡോക്ടർക്ക് ഉണ്ടാവാം. അതൊന്നും കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഡോക്ടർ എന്ത് ചെയ്യുന്നത്, ഒരു ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു റേഡിയോളജി ടെസ്റ്റ് ഒക്കെ എഴുതി തരുന്നത്. അപ്പൊ ഈ ലാബ് ടെസ്റ്റും റേഡിയോളജി ടെസ്റ്റും ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഡോക്ടറുടെ ആ ഒരു രോഗനിർണയം അല്ലെ, ഡോക്ടറുടെ ഒരു അനുമാനവുമായിട്ട് എത്രത്തോളം ഈ ലാബ് ടെസ്റ്റ് യോജിച്ചു പോകുന്നുണ്ട്, എത്രത്തോളം ആ കറക്റ്റ് ആണ് എന്നുള്ളതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതായത് ഈ ഒരു ഡോക്ടർ എത്തിയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന ഒരു ന്യൂമോണിയ പേഷ്യന്റ് ചെല്ലുന്നു, അയാളുടെ ചുമ, അയാളെ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തുന്നു, ചുമ പനിയൊക്കെ കാണുമ്പോൾ ഏകദേശം ഡോക്ടർക്ക് തോന്നുകയാണ് അയാൾക്കൊരു ന്യൂമോണിയ സിംറ്റം ആണ് കാണുന്നത്, അപ്പൊ ന്യൂമോണിയ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഡോക്ടർ ഇത് കൺഫേം ചെയ്യാനായിട്ടൊരു റേഡിയോളജി ടെസ്റ്റ് പറയാണ്, റേഡിയോളജി ടെസ്റ്റിൽ ഒരു എക്സ്റേ എടുക്കാൻ പറയാണ്. അപ്പൊ ഈ എക്സ്റേ ടെസ്റ്റ് വന്നു കഴിയുമ്പോൾ ഡോക്ടറുടെ അനുമാനം കറക്റ്റ് ആണ്, ന്യൂമോണിയ ആണ് അയാൾക്ക്. അപ്പൊ ആ ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ആ ഒരു ലാബ് റിസൾട്ട് അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ട് എത്രമാത്രം ഒത്തുപോകുന്നുണ്ട് എന്നതിന്റെ ശതമാനം അല്ലെ, അതായത് ഡയഗ്നോസിസ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ ഒരു ശതമാനം. ഫോർത്ത് പോയിന്റ് വരുന്നത് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. അതായത് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലുള്ള ജീവനക്കാര് അവരുടെ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെങ്കിൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം. ഓക്കെ, എത്രത്തോളം പാലിച്ചിട്ടാണ് അവിടെ ഓരോ ജീവനക്കാരും പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ശതമാനം. ഓക്കെ, ഇപ്പൊ നമ്മള് ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ നമ്മൾ ഗ്ലൗസ് ധരിക്കണം, PPT കിറ്റ് അല്ലെ, അതുപോലെ ഈ പറയുന്ന മാസ്ക് അല്ലെങ്കിൽ ആപ്രൺസ് ഇതൊക്കെ ധരിച്ചിട്ട് വേണം അല്ലെ ഓരോ ജീവനക്കാർ. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ചില സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് വേണം അവിടെ ജീവനക്കാർ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ എത്രത്തോളം അവരതൊക്കെ പാലിക്കുന്നുണ്ട് എന്നതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ഇന്നത്തെ ഇത്ര മതി കേട്ടോ. ഞാൻ ഇനി ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്നാണ് നോക്കിയത്. കാര്യം വേറെ അഡീഷണൽ പോയിന്റ്സ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാന്ന് പറഞ്ഞു വിചാരിച്ചു. റേറ്റ് ഓഫ് റീഡസ്. മോളെ വൃന്ദ, റേറ്റ് ഓഫ് റീഡസ് എന്ന് പറഞ്ഞാല് രണ്ടാമത് ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്ന സാഹചര്യം. ഒരു ടെസ്റ്റ് ചെയ്തു, അതിലെന്തെങ്കിലും വാരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നും കൂടെ ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ നമ്മുടെ റേഡിയോളജി ഒരു എക്സ്റേ എടുക്കാൻ പോയി വിചാരിക്കും. അപ്പൊ ആദ്യം നമ്മളോട് അവര് എക്സ്റേ എടുത്തിട്ട് അവര് നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. കാര്യം അവർക്ക് കറക്റ്റ് ആയിട്ട് ഇമേജ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതും കൂടെ ഒരു എക്സ്റേ എടുക്കും. ഓക്കെ, അപ്പൊ എന്താണ് രണ്ടാമത് ചെയ്യേണ്ടി വരുന്നത്, അതാണ് റീഡസ് എന്ന് പറയുന്നത്. രണ്ടാമത് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ചെയ്യേണ്ടി വന്ന ടെസ്റ്റുകളുടെ ഒക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും. നിങ്ങളുടെ കോഴ്സ് എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ലേ നിങ്ങൾക്ക്, തേർഡ് മൊഡ്യൂളിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും കേട്ടോ എടുക്കാം. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം കേട്ടോ. ഓക്കെ, ഇത് നല്ലോണം ബോറടിക്കുന്നുണ്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞല്ലോ ചാപ്റ്ററിന്റെ പ്രത്യേകത. എന്റെ ചാപ്റ്റർ മാത്രമല്ല, എല്ലാ ചാപ്റ്ററും ഈ ലെവലിലാണ്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. സാരില്ല. ഏതായാലും ഇവിടം വരെ നിങ്ങൾ എത്തിയല്ലോ. ഇനി കുറച്ചും കൂടെ ഒന്ന്, ഇപ്പൊ എത്ര മാസം ഉണ്ട്, 2 മാസം കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ആവല്ലേ. ഓക്കെ, അവിടെ വരെ ഒന്ന് എത്തിക്കാം കേട്ടോ. അപ്പൊ ശരി, എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.